നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള ബിസിനസ്സുകളും അവയ്ക്ക് ആവശ്യമായുള്ള ഫാക്ടറികളുമുണ്ട്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നിർമ്മിക്കുന്നത് എന്നതാണ് സത്യം. അത്തരത്തിലുള്ള ചില ഫാക്ടറികളും ഫാമുകളും മാനുഫാക്ചറിംഗ് പ്രോസസ്സുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി ആടുകളെയും അവയുടെ രോമത്തെക്കുറിച്ചും പറയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ മെറിനോ വൂൾ അഥവാ മെറിനോ ഇനത്തിൽപ്പെട്ട ആടുകളിൽ നിന്ന് ലഭിക്കുന്ന കമ്പിളി ഉണ്ടാക്കുന്നത് ഓസ്ട്രേലിയയാണ്. ലോകത്തെ മൊത്തം വൂളിൻ്റെ 25% അവിടെ നിന്നാണ് വരുന്നത്. ഓരോ വർഷവും ഏകദേശം 328 ദശലക്ഷം കിലോ വൂളാണ് ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കമ്പിളി ഉപയോഗിച്ചാണ് ബ്ലാങ്കറ്റുകളും കമ്പിളി വസ്ത്രങ്ങളും ഉണ്ടാക്കുന്നത്. എല്ലാം തുടങ്ങുന്നത് ആടിൻ്റെ രോമം ശേഖരിക്കുന്നതിലൂടെയാണ്. ഓസ്ട്രേലിയയിൽ മാത്രം ഏകദേശം 6 കോടിയിലധികം കമ്പിളി ആടുകളുണ്ടെന്നാണ് കണക്ക്. വസന്തകാലത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ വേനൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പോ ആണ് ആടിൻ്റെ രോമം മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ രോമം മുറിക്കുന്നവരെ ഷീററുകൾ എന്നാണ് വിളിക്കുന്നത്. നല്ല പരിചയമുള്ള ഇവർക്ക് ഒരു സ്പെഷ്യൽ ട്രിമ്മർ ഉപയോഗിച്ച് വെറും 2-3 മിനിറ്റിനുള്ളിൽ ഒരാടിൻ്റെ രോമം മുഴുവൻ മുറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ വലിയ ഫാക്ടറികൾക്ക് ആയിരക്കണക്കിന് ആടുകളുടെ രോമം വേണം. അതുകൊണ്ട് ഈ ജോലി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. ശരാശരി ഒരാടിൽ നിന്ന് വർഷത്തിൽ ഏകദേശം 4.5 കിലോ വൂൾ കിട്ടുമെന്നാണ് ഇന്റർനാഷണൽ വൂൾ ടെക്സ്റ്റൈൽ ഓർഗനൈസേഷൻ പറയുന്നത്. ഓരോ ദിവസവും അത്രയധികം ആടുകളുടെ രോമം മുറിക്കുന്നതുകൊണ്ട് ഒരാൾക്കൊരാടിൻ്റെ രോമം തീർക്കാൻ വെറും 2 മുതൽ 3 മിനിറ്റ് വരെ സമയമേ കിട്ടാറുള്ളൂ. ആടിൻ്റെ രോമം വളരെ പെട്ടെന്ന് വളരും. ഏകദേശം 12 മാസം കൊണ്ട് ഇത് പഴയതുപോലെ ആകും. അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കൽ രോമം മുറിക്കുന്നത്. ഒരു സീസണിൽ തന്നെ ആയിരക്കണക്കിന് ഫാമുകളിൽ നിന്നായി ടൺ കണക്കിന് രോമമാണ് മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന വൂൾ പിന്നീട് വലിയ ട്രക്കുകളിൽ നിറച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. ഫാക്ടറിയിലെത്തിയാൽ പിന്നെ ഇത് വൃത്തിയാക്കുന്ന പണിയാണ്. ഈ രോമം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൽ പൊടിയും പുല്ലും മണ്ണും ചെറിയ പ്രാണികളുമൊക്കെ കാണും. ഇത് വൃത്തിയാക്കാൻ പ്രത്യേക ഡിറ്റർജൻറ്റ് ചേർത്ത ചൂടുവെള്ളമുള്ള വലിയ സ്റ്റീൽ ടാങ്കുകളിൽ വൂൾ മുക്കിവെക്കും. പല ഘട്ടങ്ങളിലായാണ് ഇത് കഴുകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ മണ്ണും പൊടിയും കളയും. രണ്ടാമത്തെ ഘട്ടത്തിൽ അതിലെ എണ്ണമയവും ലാനൊലിൻ എന്ന മെഴുകും വൃത്തിയാക്കും. അവസാന ഘട്ടത്തിൽ വൂൾ പൂർണ്ണമായും അണുവിമുക്തമാക്കും. കഴുകിക്കഴിഞ്ഞാൽ വൂൾ കാണാൻ ഒരു കഷ്ണം മേഘം പോലെ അത്രയും സോഫ്റ്റും പഞ്ഞിക്കെട്ടുപോലെയും ഇരിക്കും. അടുത്തത് കാർഡിംഗ് ആണ്. സംഗതി നമ്മുടെ മുടി ചീകുന്നത് പോലെ തന്നെയാണ്. വലിയ മെഷീനുകൾക്കുള്ളിലെ ചെറിയ പല്ലുകളുള്ള റോളറുകൾ വേഗത്തിൽ കറങ്ങി ഈ രോമനാരുകളെ നേരെയാക്കിയെടുക്കും. ഈ സമയത്ത് രോമത്തിലെ ചെറിയ കെട്ടുകളൊക്കെ മാറി നാരുകളെല്ലാം ഒരേ വരിയിലാകും. കാർഡിങ്ങിന് ശേഷം വൂൾ നല്ല മിനുസമുള്ളതാകും. അങ്ങനെ അടുത്ത പണിക്കിത് റെഡിയായി. ഇതിന് ശേഷമാണ് സ്പിന്നിങ്, അതായത് നൂലുണ്ടാക്കുന്ന പടി. വൂൾ നാരുകൾ ഒന്നിച്ചു പിരിച്ച് നല്ല ബലമുള്ള നൂലാക്കി മാറ്റും. വലിയ ഫാക്ടറികളിലെ മെഷീനുകൾക്ക് ഒരേ സമയം ആയിരക്കണക്കിന് നൂലുകൾ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ വൂൾ നേരത്തെ തന്നെ കളർ ഡൈ ചെയ്യും, അല്ലെങ്കിൽ നൂലുണ്ടാക്കിയ ശേഷമായിരിക്കും കളർ ചെയ്യുന്നത്. ബ്ലാങ്കറ്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നെയ്ത്ത് അഥവാ വീവിംഗ്. ഇവിടെ വലിയ ഓട്ടോമാറ്റിക് ലൂമുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു മെഷീനിൽ 100 കണക്കിന് നൂലുകൾ ഒരേ സമയം ഓടും. മെഷീൻ മുകളിലേക്കും താഴേക്കും അതിവേഗത്തിൽ ചലിച്ചുകൊണ്ട് തുണി നെയ്യും. ഇപ്പോഴത്തെ മെഷീനുകൾക്ക് 1 മിനിറ്റിൽ 4 മുതൽ 6 മീറ്റർ വരെ തുണി നെയ്യാൻ പറ്റും. ഫാക്ടറി 24 മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കിലോമീറ്ററുകളോളം തുണി ഉണ്ടാക്കാൻ പറ്റും. ബ്ലാങ്കറ്റ് എത്രത്തോളം കട്ടി വേണം, എന്ത് ഡിസൈൻ വേണമെന്നൊക്കെ മെഷീനിൽ നേരത്തെ സെറ്റ് ചെയ്യാം. നെയ്ത തുണി പിന്നീട് ഫിനിഷിംഗ് സെക്ഷനിലേക്ക് പോകും. അവിടെ തുണിയുടെ വശങ്ങൾ തുന്നുകയും അധികമുള്ള നൂലുകൾ മുറിച്ചു മാറ്റുകയും ചെയ്യും. ഇത് നല്ല സോഫ്റ്റ് ആക്കാൻ പ്രത്യേക ബ്രഷിങ്ങും നടത്തും. ചില ബ്ലാങ്കറ്റുകൾക്ക് കൂടുതൽ ബലം കിട്ടാൻ ചില വിദ്യകളും ചെയ്യാറുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് പല പല കളറുകളിലാണ് ബ്ലാങ്കറ്റുകൾ തയ്യാറാക്കുന്നത്. ഇതൊരു വലിയ പ്രക്രിയ തന്നെയാണ്. തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ബ്ലാങ്കറ്റുകൾ കൂടുതൽ ചൂടാക്കുന്ന മെഷീനുകളും ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഇത് പാക്ക് ചെയ്യുന്ന ഘട്ടമാണ്. ഓരോ ബ്ലാങ്കറ്റും മടക്കി പ്ലാസ്റ്റിക് കവറിലോ തുണി സഞ്ചിയിലോ വയ്ക്കും. ചിലത് നമ്മുടെ നാട്ടിലെ കടകളിലേക്ക് പോകും, ചിലത് കണ്ടെയ്നറുകളിൽ നിറച്ച് വിദേശത്തേക്ക് അയക്കും. വലിയ ഫാക്ടറികൾക്ക് ഒരു വർഷം ദശലക്ഷം ബ്ലാങ്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ചൈന, ടർക്കി, ഇന്ത്യ എന്നിവിടങ്ങളിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്ലാങ്കറ്റുകൾ നിർമ്മിക്കുന്നത്. ആഗോള വിപണിയിൽ 60% ബ്ലാങ്കറ്റുകളും ചൈനയിൽ നിന്നാണ് വരുന്നത്. അടുത്തതായി മയിൽ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. മയിലുകൾ കാണാൻ ഭംഗിയുള്ളവരും നൃത്തം ചെയ്യുന്നവരും മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇപ്പോഴത്തെ കാലത്ത് മയിൽ വളർത്തൽ വലിയ രീതിയിൽ വളരുകയാണ്.
നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മയിലുകളെ വളർത്തുന്ന വലിയ ഫാമുകൾ വരെയുണ്ട്. അതെ, ഇത് സത്യമാണ്. ഇന്ന് മയിൽ വെറുമൊരു പക്ഷി മാത്രമല്ല, അതൊരു വലിയ വരുമാന മാർഗം കൂടിയാണ്. കാരണം അവയുടെ പീലി, മുട്ട, പക്ഷി എന്നിവയ്ക്കെല്ലാം നല്ല മൂല്യമുണ്ട്. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക, തെക്കുകിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലെല്ലാം മയിൽ ഫാമുകളുണ്ട്. ഇന്ത്യയിലെ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും മയിൽ വളർത്തി ജീവിക്കുന്ന ധാരാളം കർഷകരുണ്ട്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായതുകൊണ്ട് മയിലിനെ വേട്ടയാടുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഫാമിംഗ് ചെയ്യാൻ അനുവാദമുണ്ട്. ഒരു മയിൽ ഫാം കാണാൻ എങ്ങനെയിരിക്കും? മയിലുകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ വേണ്ടി മരങ്ങളും ചെടികളുമുള്ള ഏക്കറുകളോളം വലിയ സ്ഥലമാണ് ഇതിനു വേണ്ടത്. ഒരു വലിയ മയിലിന് സുഖമായി പീലി വിടർത്താൻ ചുരുങ്ങിയത് 80 മുതൽ 100 ചതുരശ്ര അടി സ്ഥലമെങ്കിലും വേണം. ഒരു നല്ല ഫാമിൽ ആയിരക്കണക്കിന് മയിലുകളുണ്ടാകാം. അവയുടെ ഭക്ഷണം, മുട്ടയിടൽ, പ്രജനനം എന്നിവയെല്ലാം നല്ല പ്ലാനിങ്ങിലൂടെയാണ് നടക്കുന്നത്. അവയുടെ ഭക്ഷണ രീതിയും ഭയങ്കര രസമാണ്. മയിലുകൾ എല്ലാം കഴിക്കും. സാധാരണയായി ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയ്ക്ക് പുറമെ ചെറിയ പ്രാണികളെയും പല്ലികളെയും എലികളെയും വരെ അവ തിന്നും. വലിയ ഫാമുകളിൽ ദിവസവും ഒരുപാട് ഭക്ഷണം നൽകും. മയിൽപീലുകൾക്ക് നല്ല തിളക്കവും ആരോഗ്യവും കിട്ടാൻ വേണ്ടി നല്ല പോഷകാഹാരമാണ് നൽകുന്നത്. ഒരു മയിലിൻ്റെ ഏറ്റവും വില കൂടിയ ഭാഗം എന്താണെന്നറിയാമോ? അതിൻ്റെ പീലി തന്നെ. ഒരാൾമയിൽ വർഷത്തിലൊരിക്കൽ സ്വാഭാവികമായി തന്നെ 150 മുതൽ 200 വരെ പീലി പൊഴിക്കും. ഈ പീലികൾ ശേഖരിച്ച് മാർക്കറ്റിലെത്തിക്കും. അവിടെ നിന്ന് കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, പെയിന്റിങ്ങുകൾ, വസ്ത്രങ്ങൾ എന്നിവയുണ്ടാക്കാൻ ഇത് കൊണ്ടുപോകും. വിദേശ മാർക്കറ്റുകളിൽ മയിൽപീലിയിലെ ഓരോ കണ്ണിനും $5 മുതൽ $10 വരെ വില കിട്ടാറുണ്ട്. ഇനി മയിൽ മുട്ടകളെക്കുറിച്ച് പറയാം. കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ എടുക്കുന്ന മുട്ടകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മുട്ടയ്ക്ക് ഏകദേശം $40 വരെ വിലയുണ്ട്. ഒരു പെൺമയിൽ ഒരു തവണ 4 മുതൽ 8 വരെ മുട്ടകളിടും. ഇത് വിരിയാൻ ഏകദേശം 28 മുതൽ 30 ദിവസം വരെ വേണം. മയിൽ ഇറച്ചി കഴിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചില രാജ്യങ്ങളിൽ ഇത് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യയിലും ആഫ്രിക്കയിലും ഇതൊരു വിശിഷ്ട ഭക്ഷണമാണ്. പക്ഷെ പല രാജ്യങ്ങളിലും ഇതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇതിൻ്റെ ഇറച്ചി വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് അനുമതിയുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇതിൻ്റെ കച്ചവടം നടക്കുന്നുള്ളൂ. മയിലുകൾ പൊതുവെ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. പകൽ സമയങ്ങളിൽ മണ്ണിൽ നടന്ന് ഇരതേടുകയും വെയിൽ കായുകയും ചെയ്യുന്ന ഇവ രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കളിൽ നിന്നും മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി ഉയരമുള്ള മരക്കൊമ്പുകളിൽ ചേക്കേറുന്നു. മയിലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അവയുടെ പീലി വിരിച്ചുള്ള ആട്ടമാണ്. പ്രജനനകാലത്ത് പെൺമയിലുകളെ ആകർഷിക്കാനാണ് ആൺമയിലുകൾ മനോഹരമായി പീലി വിടർത്തി നൃത്തം ചെയ്യുന്നത്. ഇവ വളരെ ജാഗ്രതയുള്ള പക്ഷികളാണ്. പാമ്പോ മറ്റു വന്യമൃഗങ്ങളോ വരുന്നത് കണ്ടാൽ ഉറക്കെ ശബ്ദമുണ്ടാക്കി മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും മുന്നറിയിപ്പ് നൽകാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. മഴക്കാറുള്ള സമയങ്ങളിലും ഇടിമുഴങ്ങുമ്പോഴും മയിലുകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാറുണ്ട്. പ്രകൃത്യാ ഭീരുക്കളാണെങ്കിലും തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാനും ഇണയെ സ്വന്തമാക്കാനും ആൺമയിലുകൾ അന്നിൽ പോരാടാറുണ്ട്. പറക്കാൻ കഴിയുമെങ്കിലും ദീർഘദൂരം പറക്കുന്നതിനേക്കാൾ ഓടി രക്ഷപ്പെടാനാണ് ഇവ കൂടുതൽ താൽപ്പര്യപ്പെടുന്നത്. ആടുകളായാലും മയിലുകളായാലും കാട്ടിലെ മൃഗങ്ങളായാലും നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് അവരൊക്കെ വേണം. ബിസിനസ് വലുതാകാം, ഡിമാൻഡ് കൂടാം, പക്ഷെ മൃഗങ്ങളോടുള്ള സ്നേഹവും കരുണയുമായിരിക്കണം ഏറ്റവും പ്രധാനം. മൃഗങ്ങളെ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള ഫാമുകളെയും ബിസിനസ്സുകളെയും വേണം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ. മനുഷ്യരും മറ്റു ജീവികളും ഒരുപോലെ സുരക്ഷിതരായിരിക്കുമ്പോഴേ നമ്മുടെ ഭൂമി സുന്ദരമായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.